സുഖല്ലേ? ഇന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയേക്കാം. വീട്ടിലിരുന്നിട്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. ഞാനും ഉണ്ട്, അവനും ഉണ്ട്. ഇന്ന് എങ്ങോട്ടാ പോകണമെന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. പക്ഷെ മെട്രോ പോകാമെന്ന് വിചാരിച്ചു. ഇത് മെട്രോയുടെ സിമ്പിളാണ്. ഇത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് നേരെ താഴത്തേക്ക് ഇറങ്ങിപ്പോയാൽ മെട്രോ കാണാം. ഇതേ കണ്ടോ മെട്രോയുടെ സിമ്പിൾ. താഴത്തേക്ക് നമുക്ക് ഇനി ഇറങ്ങിപ്പോകാം. സ്റ്റെപ്പൊക്കെ ഇറങ്ങി നമ്മൾ റോഡ് ക്രോസ് ചെയ്യില്ലേ, അതുപോലത്തെ പരിപാടി തന്നെയാണ്. പക്ഷേ സൈഡിലേക്ക് ഒരു വഴി ഉണ്ടാവുമെന്ന് മാത്രം. ഞങ്ങൾ നേരെ കുറച്ച് നേരം നടന്നു കഴിഞ്ഞിട്ട് ഒരു സൈഡിലേക്കുള്ള വഴിയാണ്. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരു 2-3 സെക്കൻഡിലേക്ക് ഭയങ്കര കാറ്റായിരിക്കും. നമ്മുടെ ഫിസിക്സിൽ പഠിച്ച കാപ്പിലറി മോഷൻ ആ ഒരു ടൈപ്പ് സാധനം. ട്രെയിൻ പോകുമ്പോൾ തിരിച്ചു വരുന്ന ഒരു ടൈപ്പ് സാധനം. ഇതാണ് റെയിൽ പാലം. അവിടെ കുറേ ആൾക്കാരുള്ളതുകൊണ്ടാണ് എനിക്ക് മൊത്തത്തിൽ വീഡിയോ എടുക്കാൻ പറ്റാത്തത്. എന്നെ പിടിച്ച് അടിച്ചത് എന്ത് ചെയ്യും? ഇവിടെ ആരും ചോദിക്കാനും പറയാനും വരത്തില്ല. പിന്നെ ഞാൻ എൻ്റെ കുറച്ച് സെൽഫി വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ മെട്രോ കയറി. ഈ കുലുക്കം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ബസ്സിനെ പോലെയാണ്. ഇതാണ് ഇവിടുത്തെ മെട്രോ. പണ്ട് സോവിയറ്റ് യൂണിയൻ വെപ്പൺസ് കൊണ്ടോ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമായിരുന്നു അത്. നല്ല മോന്തയല്ലേ? മതി ഞാൻ അടുത്ത ട്രെയിനിലേക്ക് പോകാം. ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് പോയി. ഞാൻ ട്രെയിൻ കാണിച്ചു തരാവേ. ഇതാണ് ട്രെയിൻ, കണ്ടോ? ഇതാണ് ട്രെയിൻ. പിന്നെ ആ ലിഫ്റ്റിലൊന്ന് കയറി, അല്ല എസ്കലേറ്ററിലൊന്ന് കയറി. എൻ്റെ പൊന്നളിയെ എന്ത് ഹൈറ്റാന്ന് പറയും ഇതിന്, ഭയങ്കര ഹൈറ്റ്. ഞാനത് പേടിച്ചു പോയി. കണ്ടോ, ഒരു ബുർജ് ഖലീഫയുടെ മുകളിലേക്ക് കയറാനുള്ള ഹൈറ്റ് ഉണ്ട് ഈ സാധനത്തിന്. ഞങ്ങളുടെ റൂം താമസിക്കുന്ന കുറച്ച് മുകളിലാണ്. ഞങ്ങൾ പോയ സ്ഥലം എന്ന് പറഞ്ഞാൽ കുറച്ച് താഴെയാണ്. അതുകൊണ്ടാണ് ഇത്ര ഹൈറ്റ്. ഈ സ്റ്റാച്ചു എല്ലാ ദിവസവും കണ്ടില്ലെങ്കിൽ ഒരു സൗകര്യം ഉണ്ടാവില്ല കേട്ടോ. ഈ സ്റ്റാച്ചുയുടെ പേര് ഞാൻ ഇപ്പോഴും പഠിച്ചിട്ടുള്ള, എന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞോളാം. നല്ല ക്ലൈമറ്റ്. പിന്നെ ഞങ്ങൾ ഇന്നത്തെ മെയിൻ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിവർ കാണാനായിരുന്നു. ഞങ്ങൾ റിവർ കാണാൻ പോയി. ഈ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തെത്തുമ്പോഴാണ് റിവർ. ആ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. അവിടെയൊക്കെ പോകണമെന്ന് എനിക്കുണ്ട്. എനിക്ക് ഈ മലയുടെ മുകളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് ഞാൻ പറഞ്ഞ റിവർ. എന്താ പറയുക, ഒരു കലങ്ങിയ വെള്ളം, പക്ഷെ നല്ല ഒഴുക്കുണ്ട് കേട്ടോ. ഇവിടെ എന്തൊക്കെയോ എഴുതിയും വെച്ചിട്ടുണ്ട്. ജോർജിയൻ ആയതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല. നല്ല രീതിയിൽ കലങ്ങിയ വെള്ളം, പക്ഷേ നല്ല രീതിയിൽ ഒഴുക്കുമുണ്ട്. പിന്നെ അതിൻ്റെ ആംബിയൻസൊക്കെ നല്ല രസമായിരുന്നു. കുറേ ആൾക്കാരിങ്ങനെ നടന്നു പോകണു. സൈഡിലുള്ള ബിൽഡിങ്സ് ആണെങ്കിലും ദൂരത്തുള്ള സാധനങ്ങളാണെങ്കിൽ ഇത് പച്ച കളർ താറ് കണ്ടോ? അത് താറല്ല കേട്ടോ, ജിമ്നിയാണ്. ഇവിടെ താറൊന്നും ഞാൻ ഇന്നേ വരെ കണ്ടുള്ള. ഇവിടെ കാണാത്ത ഒരേ ഒരു കാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹേന്ദ്രയുടെ കാറുകളാണ് ഇവിടെ കാണാത്തത്. ബാക്കി എല്ലാ കാറുകളും ഞാൻ കണ്ടു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് നടന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ലേക്ക്. ഇത് പുഴയും കടലും മാങ്ങയും ചക്കയൊന്നും അല്ല, ലേക്ക്, അത്രേ ഉള്ളൂ. അത് ക്ലോക്ക് ടവർ ആണെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. മുകളിൽ കുരിശുള്ളതുകൊണ്ട് ക്ലോക്ക് ടവർ അല്ലാന്ന് വിചാരിച്ചു. ഇതേ പോകണം കണ്ടോ, അതും ജീപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ജിമ്നി എന്നാണോ? സോറി ഗൈസ്, അതും ജീപ്പായിരുന്നു. ഇതാണ് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ ബാക്ക് കേട്ടോ, ബാക്ക് സൈഡ്. ഞങ്ങൾ സൈഡ് കണ്ടു, ബാക്ക് കണ്ടു, ഫ്രണ്ട് കണ്ടു, എല്ലാം കണ്ടു. ഇനി കാണാനായിട്ടൊന്നുമില്ല. ഇത് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി. ഈ ഏരിയയിൽ ഫുള്ളായിട്ട് അറിയപ്പെടുന്ന ടെക്നിക്കൽ എന്നാണ്. അതുകൊണ്ട് ഇത് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി. അതോ ഇതുള്ളതുകൊണ്ടാണോ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി എന്നായി? എന്തെങ്കിലും ആട്ടെ. പിന്നെ ഞങ്ങൾ ലിഫ്റ്റൊക്കെ ഇറങ്ങി, അല്ല എസ്കലേറ്ററൊക്കെ ഇറങ്ങി ഞങ്ങൾ വീണ്ടും മെട്രോയിൽ കയറാൻ പോവാം. എന്തിനാണ്? ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. ഞങ്ങൾ സാധനം വാങ്ങാൻ വേണ്ടി പോവാം വീട്ടിലേക്ക്. ഞം തിന്നണ്ടേ, ഞം. അതുകൊണ്ട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോവാം. പിന്നെ പറയാം. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി, KFC. ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, ഇവിടെ അഫോർഡബിളായിട്ട് കിട്ടാവുന്ന ഒരേ ഒരു സാധനം KFCയാണ്. അതുകൊണ്ട് ഞങ്ങൾ KFC കഴിച്ചു. ഇന്ന് ഞങ്ങളൊരു വേറൊരു സാധനം എടുത്ത്, ബർഗർ തന്നെയാണ്, പക്ഷേ വേറെ എന്തോ ഒരു ടൈപ്പ് സാധനം. ഞങ്ങളവിടെ കുറേ നേരം ഓർഡർ ചെയ്യാൻ നോക്കി. ലാസ്റ്റ് ഞങ്ങൾക്ക് ബില്ല് കിട്ടി. എനിക്ക് 113 നമ്പറാണ് കിട്ടിയത്. പെട്ടെന്നാവും കേട്ടോ. പിന്നെ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. കുറച്ചധികം സാധനങ്ങളുണ്ട്. വീട്ടിൽ ചെന്ന് ഞം തിന്നെ. ഇന്ന് സ്പെഷ്യൽ ഫുഡാണ്. സ്പെഷ്യൽ ഫുഡ് ആൻഡ് ഷെഫും വേറെയാണേ. ഞങ്ങളിന്നുണ്ടാക്കിയത് നെയ്ച്ചോറും ബീഫുമാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, സത്യം പറയട്ടോ, അടിപൊളിയായിരുന്നു. അവനുണ്ടാക്കിക്കൊണ്ട് പറയില്ല, നല്ല ടേസ്റ്റായിരുന്നു. കഴിച്ചു നോക്കി, അടിപൊളിയായിരുന്നു. മെൽവിനാണ് ഉണ്ടാക്കിയത്, അടിപൊളിയായിരുന്നു. പിന്നെന്താ പറയുക, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം, അത്രേ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ, ലവ് യു ഓൾ ഗൈസ്.